ഒരു കാലത്ത് കീരിയും പാമ്പുമായിരുന്ന പിണറായി വിജയനും സുകുമാരൻ നായരും ഇപ്പോൾ രണ്ടുപേരും അണ്ണൻ തമ്പിയായിരിക്കുകയാണ്. പിണറായി വിജയനും സർക്കാരിനും സുകുമാരൻ നായർ പൂർണ്ണ പിന്തുണ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. കോൺഗ്രസും BJPയും കൊണ്ട് ശബരിമല പ്രശ്നം പരിഹരിക്കാൻ കഴിയില്ലെന്നാണ് സുകുമാരൻ നായർ പറയുന്നത്. LDFനെ കൊണ്ടുണ്ട്. ഇനി അദ്ദേഹത്തിന് പ്രതീക്ഷ മുഴുവൻ പിണറായിയിലും LDFിലുമാണ്. അപ്പം മിക്കവാറും ഈ വഴങ്ങാവുന്ന രീതിയിലെല്ലാം വഴങ്ങിക്കൊണ്ടിരിക്കുക. അയ്യപ്പൻ്റെ മുന്നിൽ വഴങ്ങി, സ്വാമി ശരണമയ്യപ്പ പറഞ്ഞു. പെരുന്നയിലെ പോപ്പിൻ്റെ അടുക്കലും എത്തിക്കഴിഞ്ഞിരിക്കുക. പോപ്പിന് ഇപ്പോൾ വിശ്വാസമാണ്. പക്ഷെ എനിക്ക് പോപ്പിനെ നമുക്കങ്ങനെ വിശ്വസിക്കാൻ പറ്റുമോ? പോപ്പിന് പിണറായി വിശ്വാസമാണ്. പക്ഷെ അത് മാറും. ചിലപ്പോൾ അറിയത്തില്ല. തെരഞ്ഞെടുപ്പ് ആകുമ്പോൾ തിരിച്ച് പറയും. പല സ്വഭാവം കാണിച്ചു കളയും പെരുന്നയിലെ പോപ്പ് എന്ന് പറയുന്നത്. പക്ഷെ സുകുമാരൻ നായർ പറയുന്ന പോലെ അണികൾ നായന്മാർ അനുസരിക്കുമോ എന്നൊരു സംശയം. ഇപ്പം സുകുമാരൻ നായർ കാരണം ഈ സർക്കാരിന്റെ തുടക്കം 2021 തെരഞ്ഞെടുപ്പ് സമയത്ത് അദ്ദേഹം വോട്ട് ചെയ്ത ശേഷം പിണറായിക്കെതിരെ ആഞ്ഞടിക്കുകയായിരുന്നു. അതെ, ഞാൻ ഞങ്ങളുടെ ഭക്തരുടെ കൂടെയാണ് എന്ന് അദ്ദേഹം പറയുകയും ചെയ്തു. പക്ഷേ ഒരു യോഗ തീരുമാനമൊന്നും അല്ല ഇത്. LDFനോട് പിണറായിയോട് അടുക്കുന്നു എന്നുള്ളത് NSS അവിടെ ഔദ്യോഗികമായി ചേർന്നിട്ടെടുത്ത തീരുമാനമൊന്നുമല്ല. അപ്പോൾ ഈ കരയോഗം മുഴുവൻ പിണറായിക്ക് എതിരായി മാറത്തില്ലേ? അതിനുള്ള സാധ്യതയാണ് കാണുന്നത്. നായർപ്പട എന്ന് പറഞ്ഞാൽ അത് അങ്ങനെ അടങ്ങിയിരിക്കുന്നവരല്ല, അഭിമാനികളാണ്. ഇവരെല്ലാം കൂടെ ചിലപ്പോൾ കുറേ നാളായിട്ട് സുകുമാരൻ നായർക്കെതിരെ വലിയ പടയൊരുക്കമൊക്കെ ഉണ്ട്. മറ്റേ നേപ്പാളിൽ നടന്ന ന്യൂജൻ പ്രക്ഷോഭം ഉണ്ടല്ലോ, അത് കേരളത്തിൽ ചിലപ്പോൾ നായർ പ്രക്ഷോഭം ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ടാകുമെന്ന് എനിക്ക് തോന്നുന്നു. പെരുന്നയിലേക്കായിരിക്കും അത് മുഴുവൻ ഇരച്ചു കയറാൻ പോകുന്നത്. പക്ഷേ ഇപ്പോൾ വെള്ളാപ്പള്ളിയും പിണറായിയും കൂടെ അപ്പം സുകുമാരൻ നായരും കൂടെ അപ്പം തോളോട് തോൾ ഒരുമുന്ന ലക്ഷണമാണ് കാണുന്നത്. കാരണം വെള്ളാപ്പള്ളി പിണറായിയുടെ ഒരു സന്ദേശവാഹകനാണിപ്പോൾ. എല്ലാ കാര്യങ്ങളും പറഞ്ഞു നടക്കുകയാണ്. പിണറായി ഭക്തനാണ്, അയ്യപ്പ വിശ്വാസിയാണ്, ശബരിമല അയ്യപ്പ സംഗമത്തിൻ്റെ വിജയവുമൊക്കെ കൊട്ടിഘോഷിച്ച് നടക്കുകയാണ് അദ്ദേഹം. പക്ഷേ വേറൊരു കാര്യം ഓർക്കണം, ഈ സുകുമാരൻ നായർ ഈ ശബരിമല യുവതീ പ്രവേശ സമയത്ത് നടത്തിയ പ്രക്ഷോഭത്തിൽ നല്ലൊരു പങ്ക് നായർ വിഭാഗത്തിലുള്ളവർ പങ്കെടുത്തു. ആ തീരുമാനത്തിനെതിരെ അതിലിപ്പോഴും കേസ് നിൽക്കുകയാണ്. 6000 പേര് പ്രതികൾ, 12000 കേസുകളുമുണ്ട്. ഇതിൽ നായർ വിഭാഗത്തിൽപ്പെട്ടവരാണ് നല്ല പങ്കും. അവർക്ക് പാസ്പോർട്ടോ വിദേശ ജോലിയോ ഒന്നും പോകാൻ കഴിയാതെ നിൽക്കുകയാണ്. അതെന്താ ഈ സുകുമാരൻ നായർ ആലോചിക്കാത്തത്? അതെല്ലാം പിൻവലിക്കൂ. ശബരിമല അയ്യപ്പ സംഗമത്തിന് പിന്തുണ കൊടുത്തല്ലോ. പിന്തുണ കൊടുത്തവർ പറയുകയും ചെയ്തു, ആചാരലംഘനം നടത്തിയാൽ ആചാരലംഘനത്തിന് ഞങ്ങൾ എതിരാണ് എന്ന് പറഞ്ഞു. അങ്ങനെയാണെന്നുള്ള സുകുമാരൻ നായരും അദ്ദേഹത്തിനോടൊപ്പം നിൽക്കുന്നവർ പറയുന്നത് ഈ ഉറപ്പല്ല ലഭിച്ചിട്ടുണ്ടെന്നാണ്. എന്തുറപ്പ് ലഭിക്കാൻ? പിണറായി അല്ലേ പറയുന്നത്. എന്തുറപ്പ് കൊടുക്കാനാണ്? വെള്ളാപ്പള്ളി എന്ന് പറഞ്ഞാൽ സ്വയരക്ഷയ്ക്കായിട്ട് ഇങ്ങനെ ഇനിയിപ്പോൾ നോക്കി 2026 അധികാരത്തിൽ വന്നില്ലെന്ന് വിചാരിക്കും പിണറായി. വെള്ളാപ്പള്ളിയുടെ ഇങ്ങനെ ഇരിക്കുമോ? വെള്ളാപ്പള്ളി ആൾ മാറും. പിണറായിയെ എടുത്തിട്ട് അലക്കും. പിണറായിയുടെ എന്ത് കൊള്ളരുതായ്മ കൊണ്ടാണ് ഇവിടെ തോൽവി ഉണ്ടായത് എന്നൊക്കെ വെള്ളാപ്പള്ളി പറയും. വെള്ളാപ്പള്ളി ബിരുദനല്ലേ ആള്. വെള്ളാപ്പള്ളിക്ക് പിന്നെ BJPയുടെ രക്ഷയും കൂടെ ഉണ്ട്. മോൻ BDJS-ആയിട്ട് NDA മുന്നണിയിലുണ്ടെന്നുള്ളതാണ്. അപ്പോൾ ഈ സുകുമാരൻ നായർ അങ്ങനെ ഒരു തീരുമാനം എടുക്കാത്തത്? ഇവരുടെ പേരിൽ കേസ് പിൻവലിക്ക് ഞങ്ങൾ നിരുപാധികം പിന്തുണ നൽകാം എന്ന് പറയാത്തതെന്ത്? സത്യവാങ്മൂലം മാറ്റിക്കൊടുത്തോ? ഇല്ല. അപ്പം സത്യവാങ്മൂലം മാറ്റിക്കൊടുക്കുകയും ഈ കേസുകൾ പിൻവലിക്കുകയും ചെയ്തിട്ട് പോയി അയ്യപ്പ സംഗമം നടത്തിയിരുന്നുവെങ്കിൽ അതിനകത്ത് ശരിക്കുമുള്ള പ്രായശ്ചിത്തം തന്നെ നടത്തി അഗ്നിശുദ്ധി വരുത്തി പിണറായി വീണ്ടും ഇത് ചെയ്യുന്നു, ജനങ്ങളെ വോട്ടർമാരെ അഭിമുഖീകരിക്കുന്നു എന്ന് നമുക്ക് കാണാൻ കഴിയും. ഇതിപ്പോൾ എന്താണ്? ഇതൊരു കപടഭക്തിയാണെന്നുള്ളത് വ്യക്തമായിരിക്കുകയാണ്. അവിടെ കൊടുത്ത അയ്യപ്പ വിഗ്രഹം ഏറ്റുവാങ്ങുന്നു. ഇവർ രണ്ടുപേരും ഒന്നിക്കുകയാണെങ്കിൽ UDFന്റെ BJPയുടെ അവസ്ഥ എങ്ങനെയായിരിക്കും?
അല്ല, ഇതിനകത്ത് പിന്നെ സുകുമാരൻ നായർ പറയുന്ന അനുസരിച്ചൊന്നും ഇവിടെ വോട്ട് ചെയ്യാൻ ആരും നിൽക്കത്തില്ല. അത് പോയി, ആ കാലം പോയി. ഇപ്പോൾ പള്ളിയിൽ ഇടയലേഖനം വായിക്കും. നമ്മൾ വിചാരിക്കും ഇടയലേഖനം വായിച്ചു ബിഷപ്പ്, സകല ക്രിസ്ത്യാനികളും പിന്നെ വോട്ട് ചെയ്യുന്നത് ഇവർ പറയുന്ന അനുസരിച്ചാണ്. ഒന്നുമല്ല, ആ കാലം പോയി. അപ്പോൾ പുതിയ തലമുറ വന്നു. അവർ നോക്കുന്നത് അവരുടെ പൊളിറ്റിക്സ് എന്ന് പറയുന്ന ഈ ഒരു ഡെവലപ്മെന്റ് പൊളിറ്റിക്സ് ആണ് നോക്കുന്നത്. അതിൽ എത്രത്തോളം ആവേശഭരിതരായിട്ട് നിൽക്കുന്നവരുണ്ട്, അതിലേക്ക് വോട്ട് പോകുമെന്നുള്ളതാണ്. ആ ഒരു യൂത്തിൻ്റെ ഒരു ഊർജം അവർ നോക്കുമെന്നുള്ളതാണ്. അതനുസരിച്ചാണ്. അല്ലാതെ ഇപ്പം ഞാൻ ചോദിച്ചോട്ടെ, 24 പോയ വോട്ട് ഈ CPM തന്നെ നന്നായിട്ട് അറിയാമല്ലോ, തിരിച്ചു പിടിക്കാൻ കഴിയാത്തതാണ് SNDPയുടെ വോട്ട് പോയത്. വെള്ളാപ്പള്ളി അതിനല്ലേ ആഞ്ഞ് പരിശ്രമിച്ചിരിക്കുന്നത്. വെള്ളാപ്പള്ളിയും പിണറായിയും തമ്മിൽ വലിയ തിരക്കഥ. പാർട്ടി സെക്രട്ടറി ഗോവിന്ദനേക്കാൾ കൂടുതൽ പണിയെടുക്കുന്നത് വെള്ളാപ്പള്ളിയാണ്. വെള്ളാപ്പള്ളി എന്തൊക്കെയാണ് ശബരിമല അയ്യപ്പ സംഘം അതിനെ മുമ്പേ തുടങ്ങി, നിലമ്പൂർ തൊട്ട് ഈ മലപ്പുറത്തെ അറ്റാക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പിന്നെ നിലമ്പൂരിൽ അതിന്റെ ഫലമൊന്നും കണ്ടുമില്ല താനും. അപ്പൊ അവിടുന്ന് ഇങ്ങോട്ട് തുടങ്ങി അയ്യപ്പ സംഗമം തീർന്നു കഴിഞ്ഞിട്ടും പിന്നെയും വിശദീകരണം കൊടുക്കുകയാണ്. MP ഗോവിന്ദൻ പറഞ്ഞു അത് പിന്നെ AI വഴി എടുത്തിട്ടുള്ളതാണ് എന്നൊക്കെ പറഞ്ഞ് തടി തപ്പി. അദ്ദേഹത്തിന് അതിൻ്റെ സാങ്കേതിക വശത്തെക്കുറിച്ചൊന്നും കൂടുതൽ വിശദീകരിക്കാൻ അറിയത്തില്ല. പക്ഷേ വെള്ളാപ്പള്ളി അന്ന് തന്നെ ആ വേദിയിൽ വന്നിറങ്ങിയത് പിണറായിയുടെ വാഹനത്തിലാണ്. പിണറായിയാണെങ്കിൽ സ്വന്തം വാഹനത്തിൽ വേറെ ഒരുത്തനെ പോലും കയറ്റത്തില്ല, അറിയാമോ? ഒരുത്തനെ പോലും കയറില്ല, മാറി നിൽക്കാൻ പറയും. ഇപ്പം ഉമ്മൻചാണ്ടിയെ പോലല്ലോ, ഉമ്മൻചാണ്ടിയുടെ വാഹനത്തിനകത്ത് ഉമ്മൻചാണ്ടിക്ക് ഇരിക്കാൻ സ്ഥലമില്ല. പിണറായി അങ്ങനെയല്ല. പിണറായിയുടെ സ്വഭാവത്തിന് അങ്ങനെ ആയതുകൊണ്ട് വേറെ ആരും പോയി അടുക്കുകയുമില്ല. ഉമ്മൻചാണ്ടിയുടെ സ്വഭാവം നേരെ തിരിച്ചാണെന്നുള്ളത് കൊണ്ട് കയറാവുന്നവർ അത്രയും പേരും കയറും എന്നുള്ളതാണ്. അപ്പം ഇതിനകത്ത് ഇവർ തമ്മിലുള്ള തിരക്കഥ നന്നായിട്ട് നടക്കുന്നുണ്ട്. അവർ ഓരോ ഇനിയിപ്പോൾ നോക്കിയ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് വരികയാണ്, ആ സമയത്തേക്കൊക്കെ നോക്കിക്കോ, പല കുതന്ത്രങ്ങളും ഒക്കെ ആവിഷ്കരിക്കും. ഇവിടെ ഇപ്പോൾ എന്തായാലും ഇവർ തമ്മിൽ ഒരു എഗ്രിമെന്റ് നടന്നിട്ടുണ്ട്. ഈ നമ്മുടെ പെരുന്നയിൽ ആയിട്ട് അത് വലിയ നീക്കുപോക്ക് അതിനകത്ത് നടന്നിട്ടുണ്ട് എന്നുള്ളതാണ്. അല്ലെങ്കിൽ ഒരു ചർച്ച നടന്നിട്ടുണ്ട് അവർ തമ്മിൽ. അല്ലെങ്കിൽ ഒരു ഔദ്യോഗികമായിട്ടൊരു ഇങ്ങനെ ഒരു പ്രഖ്യാപനം നടത്താൻ പറ്റുമോ? NSSന്റെ ഒരു ബോർഡ് മീറ്റിങ്ങോ മറ്റെന്തെങ്കിലും മീറ്റിംഗ് നടത്തിയിട്ടല്ലല്ലോ പറഞ്ഞത്. അതിനകത്തൊരു ജനാധിപത്യ മര്യാദ പുലർത്തണ്ടേ? അതില്ലാതെ സ്വന്തം ഇഷ്ടത്തിനനുസരിച്ച് ഞങ്ങൾ LDFനോടൊപ്പമാണ് എന്ന് പറയാൻ കേരളത്തിലെ നായന്മാരുടെ മുഴുവൻ അട്ടിപ്പേർ അവകാശം സുകുമാരൻ നായർക്കാണ്. ആ കാലമൊക്കെ പോയി. സുകുമാരൻ നായർ എന്താ പറയുന്ന അനുസരിച്ച് നിങ്ങൾ തരൂർ നോട്ട് ചെയ്യും എന്ന് പറഞ്ഞാൽ തരൂർ നോട്ട് ചെയ്യണം, അതോ മറ്റേ ഇവിടെ വോട്ട് ചെയ്യുമെന്ന് പറഞ്ഞാൽ അങ്ങനെ ആ ഒരു കാലമില്ല. ഇവർ തമ്മിൽ നടന്നിട്ടുള്ള എഗ്രിമെൻ്റാണ് ഇത്. പുറമേ കാണിക്കുന്നതാണ് കേട്ടോ. പിണറായി വിജയന് വലിയ ജനപിന്തുണ ഉണ്ട് എന്ന് കാണിച്ച് ഈ പറഞ്ഞ് വലിയ ജനകീയത ഉണ്ടാക്കിയെടുക്കുമല്ലോ. അങ്ങനെ ആ ജനകീയത ഉണ്ടാക്കിയെടുത്ത് 2026 കരകയറുന്നതിന് വേണ്ടിയാണ് ഈ വെള്ളാപ്പള്ളിയെയും സുകുമാരൻ നായരെയും കൂടെ ചേർത്തിരിക്കുന്നത്. പക്ഷേ അതിനകത്തും തിരിച്ചടി ഉണ്ടാകും. ആ തിരിച്ചടി ഇപ്പം പന്തളത്ത് നടന്ന സംഗമത്തിൽ മുഴുവൻ പേരും കൂടുതൽ പേരും നായർ വിഭാഗത്തിൽപ്പെട്ടവരാണെന്നുള്ളതാണ്. ആ നാമജപ ഘോഷയാത്രയിൽ പങ്കെടുത്തവരും നായർ വിഭാഗത്തിൽപ്പെട്ടവരാണ്. അവരെല്ലാം ചോദിക്കുന്ന ഒരു ചോദ്യം, അന്നത്തെ കേസ് പിൻവലിക്കൂ, എന്നിട്ട് സുകുമാരൻ നായർ പോയി പിന്തുണ പ്രഖ്യാപിക്കൂ. അല്ലാതെ ഈ കാണുന്നതെല്ലാം കപടമാണെന്ന് ഇവർക്ക് മനസ്സിലാകുന്നുണ്ട്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.